എല്ലാവർക്കും അക്കാഡമിയ PSCയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ഭാഗത്തിലെ കുറച്ച് വിവരങ്ങളാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി. എന്നാൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയും കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡുമാണ്. ഒന്നുകൂടി പറയാം, തിരിഞ്ഞു പോകരുത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ്. എന്നാൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. വ്യാവസായിക കാര്യങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളകളെ വിളിക്കുന്ന പേരാണ് നാണ്യവിളകൾ അഥവാ ക്യാഷ് ക്രോപ്സ്. വ്യാവസായിക കാര്യങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയെ വിളിക്കുന്നത് ട്രാക്ക് ഫാമിംഗ് എന്നാണ്. വാണിജ്യ അടിസ്ഥാനത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നതെങ്കിൽ ആ പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന രീതിയാണ് ട്രാക്ക് ഫാമിംഗ്. അപ്പോൾ വ്യാവസായിക കാര്യങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആയി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളകളാണ് ക്യാഷ് ക്രോപ്സ് അഥവാ നാണ്യവിളകൾ. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണ് ട്രാക്ക് ഫാമിംഗ് എന്നത്. പ്രധാനപ്പെട്ട നാരുവിളകളാണ് പരുത്തി, ചണം, മെസ്ത എന്നിവ. പ്രധാനപ്പെട്ട നാരുവിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പരുത്തി, ചണം, മെസ്ത എന്നിവയാണ് പ്രധാനപ്പെട്ട നാരുവിളകൾ. എന്നാൽ പ്രധാനപ്പെട്ട പാനീയ വിളകളാണ് വാനില, തേയില, കൊക്കോ, കാപ്പി എന്നിവ. പ്രധാനപ്പെട്ട പാനീയ വിളകളാണ് വാനില, തേയില, കൊക്കോ, കാപ്പി എന്നിവ. എന്നാൽ പ്രധാനപ്പെട്ട എണ്ണക്കുരുക്കളാണ് നിലക്കടല, കടുക്, എള്ള്, ആവണക്ക്, നാളികേരം എന്നിവ. അപ്പോൾ പ്രധാനപ്പെട്ട നാരുവിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പരുത്തി, ചണം, മെസ്ത എന്നിവയാണ്. എന്നാൽ പ്രധാനപ്പെട്ട പാനീയ വിളകളാണ് വാനില, തേയില, കൊക്കോ, കാപ്പി എന്നിവ. എന്നാൽ പ്രധാനപ്പെട്ട എണ്ണക്കുരുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിലക്കടല, കടുക്, എള്ള്, ആവണക്ക്, നാളികേരം എന്നിവയാണ് പ്രധാനപ്പെട്ട എണ്ണക്കുരുക്കൾ. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് പുനഃകൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യും, മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ ആ സ്ഥലത്ത് നിന്നും അടുത്ത പ്രദേശത്തേക്ക് മാറി കൃഷി ചെയ്യുന്നുവെങ്കിൽ ആ കൃഷിരീതിയെ വിളിക്കുന്ന പേരാണ് പുനഃകൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നറിയപ്പെടുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി കൾട്ടിവേറ്റ് ചെയ്യുക. അസമിലെ പുനഃകൃഷി രീതിയാണ് ജൂം. ആസാമിലെ പുനഃകൃഷി രീതിയെ വിളിക്കുന്ന പേരാണ് ജൂം എന്നത്. കൃഷിയോടൊപ്പം കന്നുകാലികളെ കൂടി വളർത്തുന്ന കൃഷിരീതിയാണ് മിക്സഡ് ഫാമിംഗ് അഥവാ സങ്കര കൃഷി. കൃഷിയോടൊപ്പം കന്നുകാലികളെ കൂടി വളർത്തുന്ന കൃഷിരീതിയെ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫാമിംഗ് അഥവാ സങ്കര കൃഷി. അപ്പോൾ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ രീതിയെ വിളിക്കുന്ന പേരാണ് പുനഃകൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന്. അസമിലെ പുനഃകൃഷി രീതി അറിയപ്പെടുന്ന പേരാണ് ജൂം എന്നത്. എന്താണ് അസമിലെ പുനഃകൃഷി രീതി അറിയപ്പെടുന്നത്? ജൂം എന്നാണ്. കൃഷിയോടൊപ്പം കന്നുകാലികളെ കൂടി വളർത്തുന്ന കൃഷി രീതിയെ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫാമിംഗ് അഥവാ സങ്കര കൃഷി എന്നത്. കൂടുതൽ മുതൽ മുടക്കി കുറച്ച് സ്ഥലത്ത് പരമാവധി ഉൽപാദനം നടത്തുന്ന രീതിയാണ് കടും കൃഷി. അവിടെ മുതൽ മുടക്ക് കൂടുതലും സ്ഥല പരിമിതിയും ഉണ്ടായിരിക്കും. അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ചെയ്യുന്ന കൃഷിയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കടും കൃഷി. എന്നാൽ കൂടുതൽ സ്ഥലമുണ്ട്,
മുതൽ മുടക്ക് വളരെ കുറവാണെങ്കിൽ ആ കൃഷിരീതിയെ വിളിക്കുന്ന പേരാണ് വിശാല കൃഷിരീതി. അപ്പോൾ കൂടുതൽ സ്ഥലമാണെങ്കിൽ എന്താണ്? വിശാല കൃഷിരീതിയാണ്. കുറച്ചു സ്ഥലത്താണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കടും കൃഷി. സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്ന രീതിയാണെങ്കിൽ അതാണ് സ്ഥിര കൃഷി. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ഥിര കൃഷി എന്ന് പറയും. അപ്പോൾ കൂടുതൽ മുതൽ മുടക്കുന്നു, കൂടുതൽ പണം മുടക്കി കുറച്ച് സ്ഥലത്ത് പരമാവധി ഉൽപാദനം നടത്തുന്ന പ്രക്രിയയാണെങ്കിൽ അതിനെ കടും കൃഷി എന്നും, കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൃഷി ചെയ്യുന്നെങ്കിൽ അതിനെ വിശാല കൃഷിരീതി എന്നും പറയുന്നു. എന്നാൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്ന രീതിയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ഥിര കൃഷി. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം കറുത്ത മണ്ണാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. എന്നാൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എക്കൽ മണ്ണാണ്. പരുത്തി കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. PSC ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണും നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണുമാണ്. എന്നാൽ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ സസ്യമാണ് സോയാബീൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്ന പയറുവർഗ സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോയാബീനാണ്. റബ്ബർ മരത്തിൻ്റെ യഥാർത്ഥ പേര് ഹവിയെ മരം എന്നാണ്. റബ്ബർ മരത്തിൻ്റെ യഥാർത്ഥ പേര് ഹവിയെ മരം. അപ്പോൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ സസ്യമാണ് സോയാബീൻ. റബ്ബർ മരത്തിൻ്റെ യഥാർത്ഥ പേരാണ് ഹവിയെ മരം. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. എന്നാൽ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് എക്കൽ മണ്ണും പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് കറുത്ത മണ്ണുമാണ്. അതുപോലെ തന്നെ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്. അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗ സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോയാബീനാണ്. റബ്ബർ മരത്തിന്റെ യഥാർത്ഥ പേരാണ് ഹവിയെ മരം. കേരളത്തിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. കേരളത്തിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ വിശാഖം തിരുനാളാണ്. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കുമ്മായം. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം കുമ്മായമാണ്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണുള്ളത്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് ലാറ്ററൈറ്റ് മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയതും കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ വിശാഖം തിരുനാളാണ്. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കുമ്മായം. T*D*T തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലാണ്. 2 തരം അത്യുൽപാദന ശേഷിയുള്ള തെങ്ങുകളാണ് T*Dയും D*Tയും. ഇവ വികസിപ്പിച്ചെടുത്തത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രയാണ് അക്മാർക്ക് മുദ്ര. കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രയെ വിളിക്കുന്ന പേരാണ് അക്മാർക്ക്. കേരളത്തിൽ പ്രകൃത്യാ ചന്ദനമരങ്ങളുള്ള ഏക പ്രദേശമാണ് ഇടുക്കിയിലെ മറയൂർ. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനമരങ്ങളുള്ള ഏക പ്രദേശം ഇടുക്കിയിലെ മറയൂരാണ്.
അപ്പോൾ D തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് തോട്ട വിള ഗവേഷണ കേന്ദ്രത്തിലാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രയാണ് അക്മാർക്ക് മുദ്ര. എന്താണ്? കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രയാണ് അക്മാർക്ക് മുദ്ര. കേരളത്തിൽ പ്രകൃതിയ ചന്ദനമരങ്ങളുള്ള ഏക പ്രദേശമാണ് ഇടുക്കിയിലെ മറയൂർ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിൽ പ്രകൃതിയ ചന്ദനമരങ്ങൾ ഉള്ള ഏക പ്രദേശമാണ് ഇടുക്കിയിലെ മറയൂർ. ഇനി ചില കാർഷിക വിപ്ലവങ്ങൾ പരിചയപ്പെടാം നമുക്ക്. ഹരിത വിപ്ലവം എന്നത് കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിത വിപ്ലവം എന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായ വിപ്ലവമാണ് ഹരിത വിപ്ലവം. എന്നാൽ നീല വിപ്ലവം എന്നത് മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ധവള വിപ്ലവം പാലുൽപാദനമാണ്. ധവള വിപ്ലവം പാലുൽപാദനമാണ്. അപ്പോൾ ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ നീല വിപ്ലവം എന്നത് മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മഞ്ഞ വിപ്ലവം എന്നത് എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രജത വിപ്ലവം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രജതം എന്താണ്? മുട്ട ഉൽപാദനമാണ്. അപ്പോൾ ഹരിത വിപ്ലവം എന്നത് കാർഷിക ഉൽപാദനം. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം എന്നത് പാൽ ഉൽപാദനത്തെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവം എന്താണ്? എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രജത വിപ്ലവം എന്നത് മുട്ട ഉൽപാദനമാണ്. രജത വിപ്ലവം എന്നത് മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഭക്ഷ്യകാർഷിക വിളകൾ എന്ന വിഷയത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.